വിന്നേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഹായ് എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതുതായിട്ട് വന്ന നിയമങ്ങളെ പറ്റിയാണ്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നീ പുതിയതായിട്ടുള്ള 3 നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ പീനൽ കോഡ് IPC, ഇന്ത്യൻ പീനൽ കോഡ് IPC. ഇന്ത്യൻ പീനൽ കോഡ് 1860 ഒക്ടോബർ 6-ാം തീയതിയാണ് ഒരു നിയമമായി അംഗീകരിച്ചത്. 1860 ഒക്ടോബർ 6-ാം തീയതി. നിലവിൽ വന്നത് 1862 ജനുവരി 1-നാണ് ഇത് നിയമമായി നിലവിൽ വന്നത്. 1862 ജനുവരി 1-ന്. 2024 ജൂലൈ 1-ന് IPC റദ്ദാക്കപ്പെട്ടു. 2024 ജൂലൈ 1-ന് IPC റദ്ദാക്കപ്പെട്ടു. പകരമായി വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത, BNS, ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡ് എന്നതിനു പകരമായി 2021 ജൂലൈ 1-ന് നിലവിൽ വന്ന പുതിയ നിയമവ്യവസ്ഥയാണ് ഭാരതീയ ന്യായ സംഹിത, BNS. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC. 1973 നിയമം അംഗീകരിക്കപ്പെട്ടു. 1973 നിയമം അംഗീകരിക്കപ്പെട്ടു. 1974 ഏപ്രിൽ 1-ന് നിലവിൽ വന്നു. 1974 ഏപ്രിൽ 1-ന് നിലവിൽ വന്നു. ഈ നിയമം നിലവിൽ വന്നു. CRPC നിലവിൽ വന്നു. 2024 ജൂലൈ 1-ന് CRPC റദ്ദാക്കപ്പെട്ടു. പകരമായി വന്ന നിയമം അറിയപ്പെടുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പേരിലാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1 മുതൽ. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1 മുതൽക്കാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 25 ഡിസംബർ 2023. പ്രസിഡന്റായ ദ്രൗപദി മുർമു ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25-നാണ്. ലോകസഭ ഇത് പാസ്സാക്കിയത് 2023 ഡിസംബർ 20-നാണ്. ഡിസംബർ 20-ന് ലോകസഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 20-നാണ്. രാജ്യസഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 21-നാണ്. 2023 ഡിസംബർ 21. 25-ാം തീയതിയോടുകൂടി, അതായത് 2023 ഡിസംബർ 25-ാം തീയതിയോടുകൂടി ഈ നിയമം അംഗീകരിക്കപ്പെട്ടു. പ്രസിഡന്റ് ഒപ്പുവെച്ചതോടുകൂടി ഈ നിയമം അംഗീകരിക്കപ്പെട്ടു. പക്ഷേ നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ് ലോകസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. IPC, ഇന്ത്യൻ പീനൽ കോഡ് IPCക്ക് പകരമായി നിലവിൽ വന്നത് ഭാരതീയ ന്യായ സംഹിത, BNS. IPCക്ക് പകരമായി നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. CRPC, കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയറിന് പകരമായി നിലവിൽ വന്ന നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ട് IEAക്ക് പകരമായി നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ സാക്ഷ്യാധിനിയമം, ഭാരതീയ സാക്ഷ്യാധിനിയമം.
ഫസ്റ്റ് കേസ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിലാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിലാണ്. ദില്ലി കമല മാർക്കറ്റ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദില്ലി കമല മാർക്കറ്റ് സ്റ്റേഷനിലാണ് ഈ കേസ് ആദ്യമായി രജിസ്റ്റർ ചെയ്തത്. പുതിയ നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് എന്തായിരുന്നു? കേസായിരുന്നു ഡൽഹി റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ വഴി തടസ്സപ്പെടുത്തി കച്ചവടം നടത്തിയതാണ് കേസ്. ഡൽഹി റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ വഴി തടസ്സപ്പെടുത്തി കച്ചവടം നടത്തിയതിനെതിരെയായിരുന്നു കേസ്. ബീഹാർ സ്വദേശിയായ പങ്കജ് കുമാറിനെതിരെയായിരുന്നു കേസുണ്ടായിരുന്നത്. സെക്ഷൻ BNS 285 സെക്ഷൻ BNS 285 ആയിരുന്നു കേസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 2024 IPCക്ക് പകരം നിലവിൽ വന്ന നിയമം: CRPC, ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ തെളിവു നിയമം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 2024 IPCക്ക് പകരം നിലവിൽ വന്ന നിയമം: ഭാരതീയ ന്യായ സംഹിത BNS ആണ് IPCക്ക് പകരം നിലവിൽ വന്ന നിയമം. ഭാരതീയ നിയമസംഹിത നിലവിൽ വന്ന തീയതി: 2024 ജൂലൈ 10, 2024 ജൂലൈ 1, 2023 ഡിസംബർ 20, 2023 ഡിസംബർ 25. ഭാരതീയ നിയമസംഹിത നിലവിൽ വന്ന തീയതി: 2024 ജൂലൈ 1 BNS നിലവിൽ വന്നത്. CRPCക്ക് പകരം നിലവിൽ വന്ന നിയമം: IPC, ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ തെളിവു നിയമം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. CRPCക്ക് പകരം നിലവിൽ വന്ന നിയമം: CRPCക്ക് പകരം നിലവിൽ വന്ന നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് CRPCക്ക് പകരം നിലവിൽ വന്ന നിയമം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നീ ബില്ലുകൾ ലോകസഭയിൽ അവതരിപ്പിച്ചത്: ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നീ ബില്ലുകൾ ലോകസഭയിൽ അവതരിപ്പിച്ചത് രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, S ജയശങ്കർ. ആരാണ് അവതരിപ്പിച്ചത്? അമിത് ഷാ. ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായാണ് ഈ ബില്ലുകൾ ലോകസഭയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം നിലവിൽ വന്ന നിയമം: IPC, ഭാരതീയ സാക്ഷ്യാധിനിയമം, ഇന്ത്യൻ തെളിവു നിയമം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം നിലവിൽ വന്ന നിയമം: ഭാരതീയ സാക്ഷ്യാധിനിയമം. ഭാരതീയ സാക്ഷ്യാധിനിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം നിലവിൽ വന്നത്. നിലവിലെ ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള ബില്ലുകളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രസിഡന്റ്. നിലവിലെ ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള ബില്ലുകളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രസിഡന്റ്: ദ്രൗപദി മുർമു, രാംനാഥ് കോവിന്ദ്, പ്രണബ് മുഖർജി, പ്രതിഭ പാട്ടീൽ. ദ്രൗപദി മുർമു ആണ് നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള ബില്ലുകളിൽ ഒപ്പുവച്ചത്. ദ്രൗപദി മുർമു. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം: 9497231781.